BMW എന്നറിയപ്പെടുന്ന ജെറ്റ് ഫൈറ്റർ വിമാനം എങ്ങനെയാണ് ഒരു കാറായി മാറിയത്? അതും അടുക്കളയിൽ ഒരു സൈനിക വിമാനം നിർമ്മിച്ച ബ്രാൻഡ് ഇന്ന് ലോകം ആദരിക്കുന്നു. BMWയുടെ തുടക്കം 1916 ജർമ്മനിയിലെ മ്യൂണിക്കിലായിരുന്നു. BMW എന്നാൽ ബേറിഷ് മോട്ടോർ വർക്ക് AG എന്നാണ് ഫുൾ നാമം. ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ജർമ്മനിക്ക് വേണ്ടിയുള്ള യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുകയായിരുന്നു BMW എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ജോലി. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ വേഴ്സൈ ഉടമ്പടി പ്രകാരം ഇനി ഒരിക്കലും ജർമ്മനിക്ക് വേണ്ടിയോ മറ്റോ വിമാനങ്ങളോ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള കരാർ പ്രകാരം വിമാനം നിർമ്മിക്കുക എന്നുള്ള രംഗത്ത് നിന്നും പിന്മാറേണ്ടി വന്നു BMW എന്ന് പറയുന്ന കമ്പനിക്ക്. പിന്നീട് ഈ കമ്പനി ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നുള്ള വലിയ ചിന്തകളിലൂടെ 1923 ആദ്യമായി BMWയുടെ മോട്ടോർ സൈക്കിൾ രംഗത്തിറങ്ങി. പിന്നീട് 1928 BMWയുടെ ആദ്യ കാറ് രംഗപ്രവേശനം ചെയ്തു. പക്ഷേ ഇതൊന്നും വിജയം കണ്ടില്ല. 1950 കാലഘട്ടത്തിൽ കമ്പനി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്നു. പിന്നീട് കമ്പനി ക്ലോസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിരന്തരം ചർച്ചകളിലായിരുന്നു. എല്ലാ ചിന്തകളെയും മറികടന്നുകൊണ്ട് ചർച്ചകൾക്കൊടുവിൽ പിന്നീട് BMW എന്ന് പറയുന്ന കാറ് ഒരു ഫിനിക്സ് പക്ഷിയായി മാറുകയായിരുന്നു. BMW 1500 എന്ന് പറയുന്ന സ്പോർട്സ് സെഡാൻ കാറ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അക്കാലത്തെയും ഏറ്റവും എൻജിനീയറിംഗ് മികവോടെയും ഏറ്റവും ലക്ഷറിയസ് ആയിട്ടും സൗകര്യവുമുള്ള ഒരു ആരും കൊതിച്ചു പോകുന്ന ഒരു വാഹനം തന്നെ BMW ആ കാലത്ത് നിർമ്മിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യമായിരുന്നു BMW എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളെ വലിയ ചരിത്രം കുറിച്ച മാറ്റത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് BMW എന്ന് പറയുന്ന കാറ് ലോകത്തെ ഏതൊരാളും ഇഷ്ടപ്പെടുന്ന, ഏതൊരാളും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള എൻജിനീയറിംഗ് മികവോടെ ഇന്നും അന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു വാഹനമായിട്ട് BMW മാറ്റപ്പെട്ടു. പല സാഹചര്യങ്ങളിലും നാം നമ്മുടെ കരുത്തുകൾ തിരിച്ചറിയണമെന്നും ഒരിക്കലും ഒന്നും അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല എന്നും നമ്മുടെ യഥാർത്ഥ ശക്തി പഴയതുപോലെ ഇന്നും ഉണ്ട് എന്ന് ഒരിക്കലും ഞങ്ങൾ അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള BMWയുടെ യഥാർത്ഥ ചിന്തയിൽ നിന്ന് തന്നെയായിരുന്നു BMW എന്ന് പറയുന്ന ഈ ഒരു വലിയ ബ്രാൻഡ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത്.